കത്തോലിക്ക കോൺഗ്രസിൻ്റെ 107-ാം ജന്മദിന സമ്മേളനം പാലക്കാട്ട് രൂപതയിൽ വെച്ച് മെയ് 17-18 തീയതികളിൽ നടത്തപ്പെടുകയാണ്. പ്രസ്തുത പരിപാടി മാർപ്പാപ്പയുടെ വിയോഗം മൂലം ഏപ്രിൽ മാസത്തിൽ നിന്ന് 26-27 തീയതികളിൽ നിന്ന് മാറ്റിവെക്കപ്പെട്ടതാണ്. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി 107-ാം ജന്മദിനം ആഘോഷിക്കുന്ന കത്തോലിക്ക കോൺഗ്രസിനും അതിൻ്റെ നേതാക്കൾക്കും അതിന് ആതിഥേയത്വം വഹിക്കുന്ന പാലക്കാട് രൂപതയ്ക്കും എല്ലാ ആശംസകളും നേരുന്നു. പ്രിയമുള്ളവരെ, ഈ സമ്മേളനത്തിൻ്റെ ആവശ്യകത എന്താണെന്ന് ഇതിനോടകം തന്നെ ഞങ്ങളുടെ ഡയറക്ടർ അച്ഛനായ ഫിലിപ്പ് കവീലച്ഛനും പ്രൊഫസർ രാജീവ് കൊച്ചിപറമ്പിലും പ്രൊഫസർ ഡോക്ടർ ജോസുകുട്ടി ഒഴുകയിലുമെല്ലാം മുഖ്യമന്ത്രിയെ കണ്ട് ധരിപ്പിക്കുകയുണ്ടായി. കാർഷിക വിളകളുടെ വിലത്തകർച്ച അടിയന്തരമായി പരിഹരിക്കുക, മയക്കുമരുന്നിൻ്റെ പിടിയിൽ നിന്ന് യുവാക്കളെ രക്ഷിക്കാൻ വേണ്ടി അടിയന്തര നടപടികൾ സ്വീകരിക്കുക, കോശി കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായി പ്രസിദ്ധീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക മുതലായ പ്രധാന ആവശ്യങ്ങൾ, വന്യമൃഗ ശല്യത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കുക തുടങ്ങിയ നിരവധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിക്കൊണ്ടാണ് ഈ 107-ാം ജന്മദിന സമ്മേളനം പാലക്കാട് നടത്തുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സംഘടനാ നേതാക്കൾ നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ സമ്മേളനം നടത്തുന്നത് ഒരു സാമുദായിക ശാക്തീകരണ ലക്ഷ്യവും കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം വോട്ട് ബാങ്ക് രാഷ്ട്രീയം മൂലം പലപ്പോഴും നമ്മുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണ്. നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥയാണ്. ഉദാഹരണം പറഞ്ഞാൽ, വന്യമൃഗ ശല്യത്തെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ, റബ്ബറിന് വില കൂട്ടണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ വർഗീയമായി മാത്രം വ്യാഖ്യാനിക്കുന്ന ആളുകളാണ്. അതേസമയം വഖഫ്, കത്തോലിക്ക സഭ ഒരിക്കലും വഖഫ് എന്ന് പറയുന്ന സംവിധാനത്തെ എതിർത്തിട്ടില്ല. പക്ഷേ അതേസമയം തന്നെ വഖഫ് എന്ന സംവിധാനത്തിന്റെ പേരിൽ മറ്റു മനുഷ്യരുടെ സ്വാഭാവിക നീതിക്ക് വിരുദ്ധമാണെങ്കിൽ അത്തരം നിയമങ്ങൾ മാറ്റണമെന്ന് തന്നെയാണ് കത്തോലിക്ക കോൺഗ്രസും കത്തോലിക്ക സഭയും ആവശ്യപ്പെടുന്നത്. പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെ ഞങ്ങൾ വഖഫിനെതിരാണ്, ഒരു കാരണവശാലും അല്ല. അപ്പൊ പ്രിയമുള്ളവരെ, ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ ക്രൈസ്തവരുടെ ഒരു കാര്യം പറയുമ്പോൾ, കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കേണ്ട കാര്യം വരുമ്പോൾ സർക്കാരിന് അലംഭാവമുണ്ട്. അത് തിരുത്തണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് നിന്നാൽ ഒരിക്കലും സംഭവിക്കില്ല. അതുകൊണ്ട് നമ്മുടെ മുന്നിലുണ്ടായിരിക്കേണ്ട ചിന്ത, ഓരോ രൂപതയായും ഓരോ റീത്തുകളായും ഒറ്റയ്ക്ക് നിന്ന് നശിക്കണോ അതോ ഒരുമിച്ച് നിന്ന് നേടിയെടുക്കണോ എന്നുള്ളതാണ്. നമുക്ക് രാഷ്ട്രത്തിൻ്റെ സമ്പത്തിൻ്റെ അവിഹിതമായ ഒരു ഓഹരിയും ആവശ്യമില്ല. എന്നാൽ ഭാരതത്തിലെ ഒരു പൗരന് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ അടിസ്ഥാനപരമായി നിഷേധിക്കപ്പെട്ടാൽ അത് നമ്മൾ ചോദ്യം ചെയ്യുമെന്ന് പറയാനുള്ള ഒരു നട്ടെല്ല് നമ്മുടെ സമുദായത്തിനുണ്ടാകണം. ഉദാഹരണം പറഞ്ഞാൽ, ന്യൂനപക്ഷ സ്കോളർഷിപ്പ് അത് മുഴുവനായിട്ടും മുസ്ലിം സ്കോളർഷിപ്പാണ് എന്ന പോലെയാണ് പല പാർട്ടികളും മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ കോടതി പറയാണ്, ജനസംഖ്യാനുപാതത്തിനനുസരിച്ച് ക്രൈസ്തവർക്ക് ന്യൂനപക്ഷ സ്കോളർഷിപ്പ് നൽകണം. അതിനെതിരെയാണ് ഇന്ന് ഭരിക്കുന്ന ഭരണകൂടം സുപ്രീം കോടതിയിൽ പോയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾ ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ കൃഷി ചെയ്ത് വിജയിക്കാൻ പറ്റുന്നില്ല,
വ്യവസായം നടത്തി വിജയിക്കാൻ പറ്റുന്നില്ല. ഇനി നമ്മുടെ സ്കൂളുകളും കോളേജുകളിലേക്കും എല്ലാതരം പ്രശ്നങ്ങളുമായിട്ടാണ് സർക്കാർ കടന്നുകയറ്റം നടത്തുന്നത്. അവിടെയും ജോലിക്ക് കിട്ടാനുള്ള അവസരങ്ങൾ ഇല്ലാതാക്കാനാണ് ഈ ഗവൺമെന്റുകൾ മാറി മാറി വരുന്ന സർക്കാരുകൾ ശ്രമിക്കുന്നത്. ഇതിനെതിരെ ക്രൈസ്തവർക്ക് ലഭിക്കേണ്ട ഭരണഘടനാപരമായ അവകാശങ്ങൾ നേടിയെടുക്കണമെങ്കിൽ നമ്മുടെ സമുദായം ഒരുമിച്ച് നിന്നേ മതിയാവൂ. അതിനുകൂടിയുള്ള ഒരു അവസരമായി ഈ വരുന്ന 17-18 സമ്മേളനത്തെ നിങ്ങൾ കാണണം. മുഴുവൻ പേരുടെയും പ്രാതിനിധ്യം അന്ന് ആർക്കൊക്കെ പങ്കെടുക്കാൻ കഴിയുമോ, കുടുംബപരവും വ്യക്തിപരവുമായ കാരണങ്ങളല്ലാതെ അവിടേക്ക് വരാൻ കഴിയുന്ന എല്ലാവരും കത്തോലിക്ക കോൺഗ്രസിന്റെ 107ാം ജന്മദിന സമ്മേളനത്തെ ഒരു സാമുദായിക ശാക്തീകരണ സമ്മേളനമായി തിരിച്ചറിയണം, പങ്കെടുക്കണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.